രാധേ രാധേ, ഗുഡ് മോർണിംഗ്. മനുഷ്യർ തമ്മിൽ നല്ല സൗഹൃദത്തിൽ കഴിയണമെന്ന് ക്രിസ്ത്യൻ പുരോഹിതരും മുസ്ലിം മതപണ്ഡിതരും ഹിന്ദു മതപണ്ഡിതരും ഒക്കെ പറയുന്നു. ഞാൻ അവരോട് പറയുകയാണ്, ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്. ഞങ്ങൾ സാധാരണ മനുഷ്യർക്ക് സൗഹാർദ്ദത്തിൽ കഴിയാൻ നല്ല മനസ്സില്ല. കാരണം ആദ്യം ദൈവങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തിൽ കഴിയട്ടെ. കൃഷ്ണനും ക്രിസ്തുവും അള്ളാഹുവും ഒക്കെ ഇന്ന് നല്ല സൗഹൃദത്തിലാണോ കഴിയുന്നത്? ഒരിക്കലുമല്ല. മനുഷ്യന്റെ മനസ്സുകളിൽ അള്ളാഹുവും കൃഷ്ണനും ക്രിസ്തുവും പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മനുഷ്യരായ ഞങ്ങൾ എങ്ങനെയാണ് സൗഹൃദത്തിൽ കഴിയുന്നത്? ക്രിസ്തീയ പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുന്നു, യേശുവിൽ വിശ്വസിക്കുക, യേശുവിൽ മാത്രമേ വിശ്വസിക്കാവൂ, മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കരുത്. അത്രയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണോ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ദൈവങ്ങൾ? മുസ്ലിങ്ങൾ പറയും, നിങ്ങൾ ഒരു കാരണവശാലും യേശുവിലും ആ ഹിന്ദു ദൈവത്തിലും വിശ്വസിക്കരുത്. അത്രയ്ക്ക് കൊള്ളാത്തവരാണോ ക്രിസ്തു മതത്തെ? പിന്നെ യേശുവും കൃഷ്ണനും ഒക്കെ ഹിന്ദുക്കളിൽ 80% അങ്ങനെ പറയത്തില്ല, അവർ മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. 20% ഉണ്ട് അത് ഭ്രാന്തെടുത്ത് നടക്കുന്നവര്. അവര് പറയും, നിങ്ങൾ എന്താണ് യേശുവിലും അതേ കണക്ക് തന്നെ മുസ്ലിം ദൈവത്തിലും വിശ്വസിക്കരുത്. അത്രയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണോ ക്രിസ്ത്യൻസിന്റെയും മുസ്ലിംസിന്റെയും ദൈവങ്ങളെന്ന് പറയുന്നത്? പുരോഹിതരെ, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് മനുഷ്യർ തമ്മിൽ വിശ്വസിക്കണം എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്ക്, മറ്റേ ദൈവത്തിൽ ഒരു കാരണവശാലും വിശ്വസിക്കരുത് എന്ന് പറയുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കൂ, നിന്റെ അയൽക്കാരനെയും വിശ്വസിക്കൂ എന്ന് പറയുന്നത്? ഈ പറയുന്ന ദൈവത്തിന് വരെ അങ്ങനെ ഇല്ലല്ലോ, അല്ലേ? ഒരു ദൈവത്തെ ആശ്രയിച്ചാൽ മറ്റൊരു ദൈവത്തിന് കുശുമ്പ് വരുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇങ്ങനെ പറയുന്ന നിങ്ങൾക്കുള്ള ശിക്ഷ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിശ്ചയമായും കിട്ടും. കേരളീയര് വെള്ളം എന്ന് പറയും, തമിഴര് തണ്ണി എന്ന് പറയും, ഹിന്ദിക്കാര് പാനി എന്ന് പറയും, ഇംഗ്ലീഷുകാര് വാട്ടർ എന്ന് പറയും. മൂഢന്മാരെ, ഇതെല്ലാം ഒന്നാണ്. വെള്ളം മാത്രമാണ് സത്യം. വാട്ടർ എന്ന് പറഞ്ഞാൽ മുടിഞ്ഞു പോകും. അതിൽ വിശ്വസിക്കരുതെന്ന് പറയുന്നത് എത്ര ബാലിശമാണ്. അപ്പൊ കേരളത്തിൽ വേണ്ടത് മതസൗഹാർദ്ദമല്ല, കേരളത്തിൽ വേണ്ടത് ഏതാണ്? ദൈവങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദമാണ്. അതിന് മതം പഠിപ്പിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൽ മാത്രം വിശ്വസിക്കൂ, മറ്റുള്ളവനിൽ വിശ്വസിക്കരുതേ എന്ന് പറയരുത്. പകരം നമ്മുടെ മതത്തിൽപ്പെട്ട ദൈവത്തെ ആരാധിക്കൂ, മറ്റുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കൂ എന്ന് പറ. അതിനുശേഷം ഞങ്ങൾ മനുഷ്യർ സൗഹൃദത്തിൽ കഴിയാം. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.